ഹലോ! അങ്ങനത്തെ പനിയൊക്കെ കഴിഞ്ഞ് ഒന്ന് തല പൊക്കിയപ്പോഴത്തേക്ക് ഞായറാഴ്ച വൈകിട്ട് ഞങ്ങളൊന്ന് ഉമ്മിയും മക്കളും മാത്രമായിട്ട്, അതായത് പപ്പയില്ലാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. തോപ്പുംപടിയിലുള്ള കെസലബാൻ ഔട്ട്ലെറ്റിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഫത്തൂണിന് പിസ്സ കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പിസ്സ കഴിക്കാനായിട്ട് അന്വേഷിച്ച് കറങ്ങി തിരിഞ്ഞ് അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് ഇവിടെയാണ്. അപ്പോൾ ഫത്തൂന് വേണ്ടത് ചീസ് ബോംബാണ്. ചീസ് ബോംബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡി പാരീസ്, അങ്ങനെ 2 ഐറ്റംസ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കെസർലബാനിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചീസ് ബോംബൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഡി പാരീസ് ഇതുവരെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോൾ ചെന്നാലും ഈവനിങ് ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളായിരുന്നു. നമ്മൾ ചെല്ലുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ്. സോ ഇന്ന് അതെന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫത്തൂന് ചീസ് ബോംബ് അതെന്തായാലും കിട്ടി. അതുകൊണ്ട് തന്നെ ഫത്തൂൻ ഹാപ്പിയാണ്. നോർമലി ഞങ്ങൾ ഇടയ്ക്കൊക്കെ, അതായത് വീക്കെൻഡിലോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലൊക്കെ ആയിട്ട് മാസിയില്ലാതെ ചിലപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഇറങ്ങുമായിരുന്നു. അതായത് പുതിയ പുതിയ ഫുഡ് സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആയിട്ട്. അതിൻ്റെ സന്തോഷമാണ്. തമ്മിൽ കണ്ട കീരിമ്പാമ്പും ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കോരിയൊക്കെ കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിച്ചു. പിള്ളേർ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ചുമ്മാ അങ്ങനെ പോയപ്പോഴത്തേക്ക് മിച്ചുമ്മ പറഞ്ഞു, എന്തായാലും നമുക്കിതൊരു വ്ലോഗാക്കാം ഉമ്മി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ഹാപ്പിയായി, പിള്ളേരും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പിന്നെ ഈ രണ്ടാമത്തെ ഐറ്റം കഴിക്കാനുള്ള അത്ര വയറൊന്നും എനിക്കുണ്ടായിരുന്നില്ല. വയറ് മാത്രമല്ല, അത്യാവശ്യം നല്ല മധുരമുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ അങ്ങനെ പറ്റില്ല. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളത് പാഴ്സലാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വീണ്ടും കാണാം. ബൈ.